ആദ്യം നമ്മൾ യുഎഇയിലെ പെരുന്നാൾ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത്. രാജ്യത്ത് നൂറുകണക്കിന് ഈദ്ഗാഹുകളും മസ്ജിദുകളും നാളെ രാവിലെ വിശ്വാസികളെ സ്വാഗതം ചെയ്യും. മലയാളികൾക്കായി 3 ഈദ്ഗാഹുകൾ ഉണ്ടാകും. വടക്കൻ ഗസയിലേക്ക് റോഡ് മാർഗം സഹായം എത്തിക്കാനും യുഎഇക്ക് കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങൾ നൽകാനായി MC നാസർ ചേരുന്നുണ്ട്. നാസർ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവാസ ലോകവും ഈ പെരുന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നാളെ മലയാളികൾക്കായി എവിടെയൊക്കെയാണ് ഈദ്ഗാഹുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്, ഒപ്പം തന്നെ ഇവിടെയൊക്കെ ആരൊക്കെയാണ് പ്രഭാഷണം നടത്തുക? അനീഷ, വലിയ സന്തോഷത്തോടു കൂടിയാണ്, അത്യധികം ആഹ്ലാദത്തോടു കൂടിയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള യുഎഇയിലെ പ്രവാസികളും നാളെ പെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത 30 നോമ്പുകളും കിട്ടിയതിൻ്റെ ഒരു സംതൃപ്തി കൂടി ആളുകൾക്കുണ്ട്. വിപണിയെ സംബന്ധിച്ചിടത്തോളം ഈ രാവിലും യുഎഇയിൽ ഉടനീളം വലിയ തിരക്കാണ് ഒട്ടുമിക്ക ഹൈപ്പർ മാർക്കറ്റുകളിലും അതോടൊപ്പം തന്നെ മാളുകളിലും ഒക്കെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വലിയ തോതിൽ തന്നെ ഒരാഴ്ചക്കാലത്തെ അവധി കൂടി കിട്ടിയിരിക്കുന്നു. ശമ്പളം പിന്നെ വളരെ നേരത്തെ തന്നെ എല്ലാവരുടെയും കയ്യിൽ എത്തിയിരിക്കുന്നു. അതൊക്കെ വിപണിക്ക് വലിയ തോതിൽ തന്നെ മുതൽക്കൂട്ടായി മാറി. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നാളെ ആഹ്ലാദപൂർവ്വം തന്നെ പെരുന്നാളിന് വേണ്ടിയുള്ള അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറുകണക്കിന് ഈദ്ഗാഹുകൾ യുഎഇയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അവിടേക്കുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിനു പുറമെ ആയിരക്കണക്കിന് പള്ളികളിലും നാളെ ഈദ് നമസ്കാരം നടക്കും. പ്രധാനമായിട്ടും നേരത്തെ അനീഷ സൂചിപ്പിച്ചതുപോലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിൽ കുത്തുബയുള്ള 3 ഈദ്ഗാഹുകളാണുള്ളത്. നേരത്തെയൊക്കെ ഉള്ളതുപോലെ അൽഖുസിലെ അൽമനാറിൽ നടക്കുന്ന ഈദ്ഗാഹ്, അവിടെ അബ്ദുസലാം മോങ്ങമായിരിക്കും ഈദ് കുത്തുബക്ക് നേതൃത്വം നൽകുന്നത്. അതോടൊപ്പം തന്നെ ഇത്തവണ ഇത് ആദ്യമായിട്ട് സ്റ്റേഡിയത്തിനടുത്ത് കിസൈസ് ലുലു മാർക്കറ്റിനോട് ചേർന്നിട്ടുള്ള അവിടെ ഫുട്ബോൾ ഗ്രൗണ്ടിലാണ് പിന്നെ മറ്റൊരു ഈദ് നമസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ മൗലവി ഹുസൈൻ കക്കാടായിരിക്കും അവിടെ നേതൃത്വം നൽകുന്നത്. പിന്നെ മുൻ വർഷങ്ങളിലൊക്കെ ഉള്ളതുപോലെ ഷാർജയിൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് അടുത്തുള്ള സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഈദ് നമസ്കാരമുണ്ട്. അവിടെ ഹുസൈൻ സലഫി ആയിരിക്കും ഈദ് കുത്തുബക്ക് നേതൃത്വം നൽകുന്നത്. അതാണ് 3 പ്രധാനപ്പെട്ട മലയാളികളുടെ നേതൃത്വത്തിലുള്ള ഈദ്ഗാഹുകൾ. മറ്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ഒരുക്കങ്ങളും ഏറെക്കുറെ അന്തിമ ഘട്ടത്തിൽ തന്നെയാണ്. സ്വാഭാവികമായിട്ടും പിന്നെ വലിയ തോതിലുള്ള ഈദ് ആഘോഷ പരിപാടികൾക്കും യുഎഇയിലെ പല ഭാഗങ്ങളിലും നേതൃത്വം നൽകുന്നുണ്ട്. ഈദിൻ ദുബൈ എന്ന പേരിലാണ് ദുബൈയിലെ പരിപാടികൾ നടക്കുക. അബുദാബിയിലെ കരിമരുന്ന് പ്രയോഗം നാളെ രാത്രി 9 മണിക്ക് വിവിധ കേന്ദ്രങ്ങളിലായിട്ട് നടക്കും. യാസ്മാളിൽ പല ദിവസങ്ങളിലായിട്ട് കരിമരുന്ന് പ്രയോഗം നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും അയൽ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതൽ സന്ദർശകരാണ് ഈ ഈദ് ആഘോഷിക്കാൻ വേണ്ടി യുഎഇയിലേക്ക് എത്തുന്നത്. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള വിനോദസഞ്ചാരികളും വലിയ തോതിൽ പിന്നെ യുഎഇയിലേക്ക് എത്തുന്നുണ്ട്. അവരെയൊക്കെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഏറെക്കുറെ പൂർത്തീകരിക്കപ്പെട്ട അവസ്ഥയിൽ കൂടിയാണ് യുഎഇ എത്തി നിൽക്കുന്നത്. അനീഷ. നാസർ, അതോടൊപ്പം തന്നെ നമുക്ക് മാറ്റി നിർത്താനാകാത്തൊരു കാര്യം കൂടെയുണ്ട്. അതായത് നമ്മളെല്ലാവരും പെരുന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് ഈ ഘട്ടത്തിൽ ഗസയെ മാറ്റി നിർത്താൻ സാധിക്കില്ല. പല സമയത്തും ഈ ഗസയിൽ ഇസ്രായേലിൻ്റെ ആക്രമണം തുടങ്ങിയത് മുതൽ യുഎഇ സഹായഹസ്തവുമായി മുന്നിലുണ്ട്. ഇപ്പോൾ പെരുന്നാളുമായി ബന്ധപ്പെട്ട് മറ്റെന്തൊക്കെ സഹായങ്ങളാണ്, ഏതൊക്കെ തരത്തിലുള്ള ദുരിതാശ്വാസ സഹായങ്ങളാണ് ഗസയിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്? അരിഷതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, വടക്കൻ ഗസയിൽ പിന്നോട്ട് കുറേ ആഴ്ചകളായിട്ട് നമുക്കറിയാൻ സാധിക്കും പട്ടിണി അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുകയും അവിടത്തേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തുന്നത് പോലും തടസ്സപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യം. ഇന്നിപ്പോൾ പിന്നെ ഷാലോം അതിർത്തി മുഖേന ഏതാണ്ട് 17 ട്രക്കുകളാണ് യുഎഇയുടേത് കരമാർഗം തന്നെ വടക്കൻ ഗസയിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പെരുന്നാൾ ആഘോഷിക്കാൻ അത്രയും ദുരിതപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിൽ നീങ്ങുന്ന ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങളും മറ്റു കാര്യങ്ങളുമാണ് ഈ ട്രക്കുകളിൽ വടക്കൻ ഗസയിലേക്ക് എത്തിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് പെരുന്നാളുമായി ബന്ധപ്പെട്ട വിവിധ വസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ മറ്റു വിഭവങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധി വിമാനങ്ങളിലായിട്ട് അല്ലാരിഷ് വിമാനത്താവളത്തിലേക്ക് പിന്നെ യുഎഇയിൽ നിന്നുള്ള സഹായവസ്തുക്കൾ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇന്ന് രാത്രിയും നാളെയുമായിട്ട് എയർ ഡ്രോപ്പ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വടക്കൻ ഗസയിലായിരിക്കും പ്രധാനമായിട്ടും ഈ എയർ ഡ്രോപ്പ് നടക്കുക. അതോടൊപ്പം തന്നെ കടൽ മാർഗമുള്ള നീക്കങ്ങളും മറ്റ് രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് യുഎഇ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഏതാണ്ട് വലിയ ഒരു സ്വഭാവത്തിൽ ഈ എത്രയും ദുരിതപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലൂടെ നീങ്ങുന്ന മനുഷ്യർക്ക് സാന്ത്വനം പകരാൻ, അവരുടെ പെരുന്നാളിന് ചെറിയ തോതിലെങ്കിലും ഒരു സഹായമായിട്ട് മാറാൻ യുഎഇയുടെ ഈ നീക്കങ്ങൾക്ക് സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അനീഷ.